നമ്മുടെ ഒരാളവിടെ പനിക്കില്ലേ വരും. ഹലോ വെൽക്കം. വരി വരി. ഹേ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിന്നൊരു ട്രിപ്പിലാണ് കേട്ടോ, 1 ഡേ ട്രിപ്പ്. നമ്മുടെ ഫാമിലി ലേഡീസും കിഡ്സും ആയിട്ടൊരു ചെറിയൊരു ട്രിപ്പാണെന്ന്. അപ്പോൾ എങ്ങോട്ടാ ട്രിപ്പെന്നല്ലേ, നമ്മൾ കൊച്ചിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 AM ആയപ്പോഴേക്കും എല്ലാവരും സെറ്റായി. ഒരു 6 AM നമ്മൾ അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ ആലുവ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കടവ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റ്. കുറച്ച് പേരൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലവരൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു, ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ടോയ്ലറ്റിലൊക്കെ പോയി അവിടുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കടവ് റെസ്റ്റോറൻറ്റ്, ഉള്ളേരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇരുന്ന് കായലൊക്കെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പെർ പേഴ്സണ് നമ്മൾ എടപ്പള്ളിയിലാണ് ഇറങ്ങുന്നത്. 40 rupees ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടൂർ വന്ന കുട്ടികളായിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നതിൽ കയറിയതിന് ശേഷം നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ എടപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലുലുവിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയ ശേഷം ലുലുവിലേക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലുലുവിലേക്ക് കയറുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ മാക്സിമം എല്ലാവരുടെയും കവർ ചെയ്തു. കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തു കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. ഇവിടെ ആടില്ലേ? അയാളെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയാണ് കേട്ടോ. മറൈൻ ഡ്രൈവിലുള്ള റെസ്റ്റോറൻറ്റിൽ മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. എന്ത് അതിൽ പറയും. അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സൂപ്പർ മന്തിയായിരുന്നു. എൻജോയ് ചെയ്ത് എല്ലാവരും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ബോട്ടിന് വേണ്ടിയിട്ട് മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ കുട്ടി പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ഗവൺമെൻറ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. പെർ പേഴ്സണ് 3 rupees തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ കയറി.
അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയത് ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ എൻജോയ് ചെയ്ത് തന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെന്താ, ഫോർട്ട് കൊച്ചി ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു. ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ നടന്ന് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ നമുക്ക് ബീച്ച് പോകണമായിരുന്നു. അപ്പോൾ അവരോട് വഴിയൊക്കെ ചോദിച്ച് ആ ബീച്ചിലോട്ടുള്ള വഴിയൊക്കെ ചോദിച്ച് ഞങ്ങളങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫാഷനബിൾ ഡ്രസ്സസും മോഡേൺ വെസ്റ്റേൺ ഡ്രസ്സ്, ബീച്ച് വൈബുള്ള ഡ്രസ്സുകൾ, ഫോറിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സുകളൊക്കെ അവിടെ കണ്ടു കേട്ടോ. അടിപൊളി ഡ്രസ്സുകൾ. ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ചീനി വില ആ സംഭവം കണ്ടു. പിന്നെ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കി. അപ്പോൾ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ട് മെറൈൻ ഡ്രൈവിൽ തന്നെ തിരിച്ചെത്താമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ക്യൂ. കുറച്ച് നേരത്തിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ബോട്ട് വന്നത്. 20 മിനിറ്റ് ഇടവിട്ടൊരു ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ, മെട്രോ സർവീസ്. പക്ഷേ അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ സെൽഫി എവിടെയാണെങ്കിലും നിർബന്ധമാണ് കേട്ടോ. ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും വാട്ടർ മെട്രോയിലാണെങ്കിലും ട്രാവലറാണെങ്കിലും കാറിലാണെങ്കിലും നമുക്ക് സെൽഫി മസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി അതിനുശേഷം ഒരു ബീച്ചിലേക്ക് പോയി. വൈപ്പിൻ വളവ് ബീച്ച്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബീച്ചിൽ. വായോ എന്നെയും കിടക്കാൻ സ്കൂൾ കുട്ടികള് ഇതൊരു വൈബ് എന്തായാലും ഇരട്ടത്തെ
ബീച്ചിലൊരു സെൽഫി ഇതൊക്കെ ഗ്രൂപ്പ് ഇരിക്ക പോയോ എവിടെ അല്ലാതെ അവിടെ കഴിക്കുന്നല്ലേ അതാ കളിപ്പിക്കില്ലേ അമ്മ കളിപ്പില്ലെങ്കിൽ ഞങ്ങൾ കളിപ്പിക്കില്ലേ അമ്മ കൂളിംഗ് അപ്പോൾ ഈ കണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് മീനുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന. അപ്പോൾ ബക്കറ്റ് വാങ്ങി ഡ്രൈവർ നമ്മളെ കൊണ്ട് അതിൽ ഇടിപ്പിച്ച് സേഫ്റ്റി ആയി വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ എല്ലാവരും ഷവർമ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷവർമയ്ക്ക് ടർക്കിഷ് മന്തി ആ റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ. അവർ ആ ഷവർമ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്ത് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീടെത്തുമ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ഒരു 5:30 നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ 2 മണി ഫുള്ളായി അടിച്ച് പൊളിച്ച് ഞങ്ങളിപ്പോഴും അതിൻ്റെ ഹാങ് ഓവറിലാണ്. ഹാപ്പിയിലായിട്ട് പോയി വന്നു. അപ്പോൾ താങ്ക് യു.